ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും വീഡിയോസൊക്കെ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു, വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് വിചാരിക്കുന്നു. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന, വീഡിയോസ് കാണുന്ന, ലൈക്ക് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കറിയാണ്. ഈ ഒരു ചെറിയ പീസ് മത്തങ്ങ വെച്ചിട്ട് പെട്ടെന്നൊരു ചോറിനൊരു കറി റെഡിയാക്കാം നമുക്ക്. അതിനായിട്ട് മത്തങ്ങയെല്ലാം ചെറിയ പീസസ് ആക്കിയിട്ട് ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. തൊലിയൊന്നും ഞാൻ കളഞ്ഞിട്ടില്ല. ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് മത്തങ്ങയായിരുന്നു, അതുകൊണ്ട് തൊലിയൊന്നും കളഞ്ഞില്ല. നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തു. ചെറിയ ചെറിയ പീസസ് ആക്കി ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക ഫസ്റ്റ് തന്നെ. അതിനുശേഷം ഞാനിത് കുക്കറിലാണ് ഒരു വിസിലടുപ്പിക്കാൻ പോകുന്നത്. അതല്ല എങ്കിൽ നമുക്ക് മൺചട്ടിയിൽ വേണമെങ്കിൽ വേവിക്കാം. ഇപ്പം ഞാൻ കുക്കറിലിട്ടിട്ടാണ് വേവിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് 2 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതൊന്ന് അരിഞ്ഞിട്ട് ഇതിൽ ചേർത്ത് കൊടുത്തു. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു. അതുപോലെ കറിവേപ്പില, മഞ്ഞൾപ്പൊടി, മുളക് പൊടി അത്രയും ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇനി ഇതിനെ വേവിക്കാൻ വെക്കുക ചെയ്യുന്നത്. അപ്പോൾ ചോറിന് കറിയൊന്നും ഇല്ല എങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണിത്. മത്തങ്ങ വെച്ചിട്ട് ചെയ്യാം. ഇതിനാവശ്യമായിട്ടുള്ളത് ഇനി കുറച്ച് തേങ്ങ കൂടി മാത്രമാണ്, വേറെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ നന്നായി മത്തങ്ങയെല്ലാം കുക്കറിൽ വെന്ത് വന്നിട്ടുണ്ട്. ഒരു വിസിലാണ് ഞാൻ അടിച്ചത്. അപ്പോൾ മത്തങ്ങയുടെ വേവിനനുസരിച്ച് 1 or 2 വിസിൽ അത്ര മതിയായിരിക്കും, പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ. അപ്പോൾ വിസിലൊക്കെ അടിച്ച് മത്തങ്ങ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നമുക്കിതിനെ കുറച്ചൊന്ന് ഉടച്ചു കൊടുക്കാം. അപ്പോൾ കറിക്ക് കുറച്ചും കൂടി കൊഴുപ്പുണ്ടാവും. അപ്പോൾ കുറച്ച് മത്തങ്ങ പീസസൊക്കെ ഞാനിങ്ങനെ ഉടച്ചു കൊടുക്കുന്നുണ്ട്. പകുതി ഉടച്ചു കൊടുത്തു, പകുതി ഉടയ്ക്കാതെയും വെച്ചിട്ടുണ്ട്. നമ്മൾ കറി കഴിക്കുമ്പോൾ അതിൽ ജസ്റ്റ് കടിക്കാനായിട്ട് മത്തങ്ങ വേണമല്ലോ. അപ്പോൾ അതിനായിട്ട് കുറച്ചാണ് ഉടച്ചു കൊടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് ആവശ്യമുള്ളത് 1 പിടി തേങ്ങ, 2 ചെറിയുള്ളിയും കൂടിയും ചേർത്തിട്ട് ഞാനിത് തേങ്ങ അരച്ചതാണ്. നല്ല നൈസായിട്ട് അരച്ചെടുക്കുക. ഇതിൽ തേങ്ങ മാത്രമായിട്ട് അരച്ച് ചേർക്കാം, അതല്ല എങ്കിൽ ജീരകം ചേർക്കാം. ഞാനിവിടെ ചേർത്തിരിക്കുന്ന 2 ചെറിയുള്ളിയാണ്. 2 ചെറിയുള്ളി ചേർത്തിട്ട് തേങ്ങ നന്നായി അരച്ചെടുത്തു. അപ്പോൾ നമ്മുടെ തിളച്ചുകൊണ്ടിരിക്കുന്ന മത്തങ്ങയിലേക്ക് ഈ തേങ്ങ അരച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇത് തേങ്ങയും മത്തങ്ങയും കൂടി ഒന്ന് യോജിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം തിളയ്ക്കാനായിട്ട് വെക്കാം. ഇനി നമുക്ക് വേറൊരു പാൻ വെച്ച് കൊടുത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം കടുകിട്ട് പൊട്ടിക്കാം. അതിനുശേഷം നമ്മുടെ ചെറിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞത്, നൈസായി അരിഞ്ഞത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ നമ്മുടെ ചുവന്ന മുളക്, കറിവേപ്പില അത്രയും ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. ഈ ചെറിയ ഉള്ളി നന്നായി ഒന്ന് എണ്ണയിൽ കിടന്ന് മൂക്കട്ടെ, നന്നായി ഒന്ന് ഫ്രൈ ആയി വരട്ടെ. അതിനുശേഷം നമുക്ക് ഇത് കറിയിലേക്ക് എടുത്ത് ഒഴിക്കാം. അപ്പോൾ ഈ ചെറിയ ഉള്ളിയെല്ലാം നന്നായി വഴറ്റി വന്നിട്ടുണ്ട്. ഞാനിതാ ഈ മത്തങ്ങയുടെ കറിയിലേക്ക് ഇത് കടുക് താളിച്ച് ചേർത്തിട്ടുണ്ട്. ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തു. എന്നിട്ട് നമുക്കിത് കുറച്ച് നേരം അടച്ചു വെച്ച് കൊടുക്കാം. അതിനുശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തു. അപ്പം നമ്മുടെ ഈസി ആയിട്ടുള്ള മത്തങ്ങ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഈസി ആയിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മത്തങ്ങ കറി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ ഫ്രണ്ട്സ്. താങ്ക്